വഖഫ് ഭേദഗതിക്ക് എതിരെയുള്ള പ്രത്യക്ഷ സമരത്തിൽ UDF-ൽ അനൈക്യമുണ്ട് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. നാളെ ലീഗ് കോഴിക്കോട് സ്വന്തം നിലയിൽ വഖഫ് സംരക്ഷണ മഹാറാലി നടത്താനിരിക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ചയിൽ രാഹുലും പ്രിയങ്കയും എടുത്ത നിലപാടുകൾക്കെതിരെ ലീഗ് രംഗത്തെത്തിയിരുന്നതു എന്നതും ശ്രദ്ധേയമാണ്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ വ്യാപകമായി ഉയർന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ കടുത്ത അതൃപ്തിയൊക്കെ നിലനിൽക്കെയാണ് ലീഗ് സമരവുമായി മുന്നോട്ട് പോകുന്നത്. അരുൺ കൊടുങ്ങൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഈ UDF-ൽ ആകെ ക്ഷീണമാണോ? വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഏത് നിലപാടെടുക്കണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസിന് ഒരു ധാരണ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? രാഹുലും പ്രിയങ്കയും എപ്രകാര വിമർശനങ്ങൾക്ക് ഇരയായി എന്ന് നമ്മൾ കണ്ടതാണ്. ഈ ലീഗ് ഇപ്പോഴും പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണോ? തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വഖഫ് ഭേദഗതി ബില്ല് ചർച്ചയ്ക്കെടുത്തപ്പോൾ പ്രിയങ്കയും രാഹുലും എടുത്ത ആ ഒരു നിലപാട് അതുതന്നെയാണ് മുസ്ലിം ലീഗിന്റെ അതൃപ്തിക്കുള്ള പ്രധാന കാരണം. അത് വലിയ രീതിയിലുള്ള വിമർശന വിധേയമായിരുന്നതും പരസ്യമായി തന്നെ മുസ്ലിം ലീഗ് പറഞ്ഞതാണ്. ഈ വിഷയം തണുപ്പിക്കാനുള്ള പലവിധ ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടന്നുവെങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ട് തന്നെയാണ് വിഷയത്തിൽ ഒറ്റയ്ക്ക് ഈ സമരവുമായി മുന്നോട്ട് പോകാനായി മുസ്ലിം ലീഗ് തീരുമാനിച്ചത്. നമുക്കറിയാം, മറ്റ് വിഷയങ്ങളൊക്കെ തന്നെ വന്നപ്പോൾ ഈ ഏകോപിപ്പിച്ചുള്ള ഒരു സമരത്തിലേക്ക്, തങ്ങളുടെ ശക്തി തെളിയിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമരത്തിലേക്കായിരുന്നു UDF മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ UDF-ൽ വലിയ രീതിയിലുള്ള ഒരു അനൈക്യം ഉണ്ടായിരിക്കുന്നു, ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ആദ്യം സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മുസ്ലിം ലീഗ് തന്നെ മുന്നോട്ട് പോകുന്നത്. ഒരു മഹാറാലി സംഘടിപ്പിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. അത് സംസ്ഥാന വ്യാപകമായി സംസ്ഥാനത്തുള്ള പ്രവർത്തകരെ എല്ലാം തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെയാണ് ഈ കോഴിക്കോട് ഈ ഒരു മഹാറാലി സംഘടിപ്പിക്കുക. എന്തായാലും രാഹുലും പ്രിയങ്കയും അടക്കമുള്ള നേതാക്കളെ ഈ പരിപാടിയിലേക്ക് എത്തിച്ച് ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും അതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ശ്രമങ്ങളൊക്കെ തന്നെ വിഫലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കൃത്യമായ ഒരു വിമർശനം രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ ഈ വിഷയത്തിൽ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ ഇത് കൂടുതലായി പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമാണ് ഉള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രിയങ്കയും രാഹുലും എടുത്ത ഒരു നിലപാട് അത് ഒരിക്കലും യോജിക്കാനാകില്ല. തങ്ങളുടെ പൂർണ്ണമായ പിന്തുണ വാങ്ങിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം തങ്ങളുടെ ഒരു ആവശ്യം വരുമ്പോൾ അതിനെ കൃത്യമായി എതിർക്കാനോ അല്ലെങ്കിൽ അതിൽ കൃത്യമായി ഒരു നിലപാട് സ്വീകരിക്കാനോ പ്രിയങ്കയ്ക്കും രാഹുലിനും ആയിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഏറ്റവും മുന്നോട്ട് പറയുന്ന കാര്യം. ഇത് ഈ ലാഘവത്തോടെ കാണിച്ച ഈ ഒരു നിലപാട് ഒരു കാരണവശാലും ശരിയല്ല. ഇത് കൃത്യമായി തന്നെ രാഹുലിനെയും പ്രിയങ്കയും അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിലപാടുകളുമായി നടപടികളുമായി മുന്നോട്ട് പോയാൽ അത് കേരളത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള ഒരു നിലപാടാണ് ഈ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത്. എന്തായാലും UDF-ന്റെ സംസ്ഥാന നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള അതിതീവ്ര ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും തന്നെ കൃത്യമായി ഫലം കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അനു, ശരി അരുൺ.